10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി. പൂമംഗലം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ 49 വയസ്സുള്ള ദിനേശ് എന്നയാളാണ് 10 വർഷത്തിന് ശേഷം യമനിൽ നിന്നും തിരികെ തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിൽ എത്തിയത്. അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ 10 വയസ്സുകാരൻ സായ് കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും നിറകണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014-ൽ ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു. ഭാര്യ അനിതയും കുടുംബവും കണ്ണീർ കടലിലായി പിന്നീടുള്ള ജീവിതം. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപാടുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ നിമിഷപ്രിയ വിഷയത്തിൽ അടക്കം ഇടപെടൽ നടത്തി കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തിരമാണ് ദിനേശിനെ തിരികെ നാട്ടിൽ എത്താനുള്ള വഴിയൊരുങ്ങിയത്. രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേശിന് മണിക്കൂറുകളോളം ആണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത്. 10 വർഷത്തിന് ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്തു വന്നതിനാലാണ് ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നത്. ദിനേശിനെ സ്വീകരിക്കാനായി വിപിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലവും എയർപോർട്ടിൽ എത്തിയിരുന്നു. പിന്നീട് ദിനേശിന്റെ വീടായ എടക്കുളത്തേക്ക് തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു. ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലായിരുന്നു. തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് ചെന്ന് കണ്ടു. തകർന്ന മനസ്സുമായി നിന്ന ദിനേശിന് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി വിപിൻ പാറമേക്കാട്ടിലെ പ്രസ്താവനയും എത്തി. ദിനേശിനെ തിരികെ എത്തിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ദൗത്യം അല്ല ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകണമെന്നും ഉറപ്പു നൽകി. തുടർന്നാണ് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യാഗൃഹത്തിലേക്ക് പോയത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ദിനേശ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മക്കളും ഭാര്യ അനിതയും ഓടിയെത്തി കെട്ടിപ്പിടിച്ച് മുത്തം നൽകി. നമ്മുടെ ദൗത്യത്തിന്റെ പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പം നമ്മൾ വിജയകരമായിട്ട് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എല്ലാവരും ചെന്നപ്പോൾ കാണുകയുണ്ട് അദ്ദേഹത്തിന്റെ വീട് തകർന്ന് ആകെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു വീട് നല്ല നിലയിൽ കൊണ്ടുവന്ന് ഇവരവിടെ പുനരധിവസിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ വീണ്ടും